2008 മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ട NIA കോടതി വിധി സ്വാഗതം ചെയ്ത് BJP. സത്യം തെളിഞ്ഞതോടെ രാഹുലും സോണിയയും രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. ഭഗവത് വിജയമെന്നും ഹിന്ദുത്വ വിജയം എന്നുമാണ് കേസിലെ പ്രധാന പ്രതിയായിരുന്ന സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന്റെ പ്രതികരണം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായുള്ള കോൺഗ്രസ് ഗൂഢാലോചനയാണ് തകർന്നതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും വ്യക്തമാക്കി. വോട്ട് ബാങ്കിനായി കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്നതിന്റെ മകുടോദാഹരണമാണ് 2008 മലേഗാവ് സ്ഫോടന കേസെന്ന മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാന് ക്ലീൻ ചീറ്റ് നൽകിയ പി ചിദംബരം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കാവി ഭീകരതയെന്ന് വരുത്തി തീർക്കാൻ ഈ വിഷയത്തിൽ ഗൂഢാലോചന നടത്തിയതായും രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. സത്യം ജനങ്ങൾക്ക് ബോധ്യമായ അവസ്ഥയിൽ രാജ്യത്തെ ജനങ്ങളോട് സോണിയയും രാഹുലും മാപ്പ് പറയണമെന്നും കേസിൽ ആരോപണ വിധേയർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണമെന്നും രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. लेकिन जो 17 साल से इनका जीवन गया इस केस के चक्कर में, प्रज्ञा ठाकुर जी की पूरी संत का व्यक्तित्व इतना कलुषित किया गया और कर्नल पुरोहित एक बहुत ही ब्रेव भारत की सेना का जवान जिसको कितने मेडल मिले, उपलब्धि मिली, कमेंडेशन मिला, जिस तरह से उन्होंने आतंकवादियों के खिलाफ काम किया कश्मीर में, तो उनका क्या पुरस्कार मिलेगा, उनको क्या मुआवजा मिलेगा? मैं उम्मीद करूंगा ये लोग उनसे माफी मांगेंगे और उनको मुआवजा दिया जाए, ये भी हम अपेक्षा करेंगे. എല്ലാ ഹിന്ദുക്കളെയും തീവ്രവാദികളെയും മുദ്രകുത്താൻ കോൺഗ്രസ് ചെയ്ത പ്രവൃത്തിയെ ഇന്ന് രാജ്യം മുഴുവൻ അപലപിക്കുന്നതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ കാവി ഭീകരത, ഹിന്ദു ഭീകരത എന്ന ആഖ്യാനം നൽകിയത് പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചാണെന്നും സത്യം വെളിവായ അവസ്ഥയിൽ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. भगवा और हिंदुओं को आतंकवादी ठहराने का जो काम कांग्रेस ने किया था, आज पूरा देश उसका धिक्कार कर रहा है और हम मांग करते हैं कि कांग्रेस ने माफी मांगनी चाहिए. विशेष रूप से ये हिंदू आतंकवाद और भगवा आतंकवाद कहकर जो अपमान कांग्रेस ने तमाम भारतीयों का और हिंदू समाज का किया है, उसके लिए कांग्रेस माफी मांगे. ജുഡീഷ്യറിയോടും സായുധ സേനയോടും നിയമ പോരാട്ടത്തിലുടനീളം തന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായി കേസിൽ ആരോപണ വിധേയനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് വ്യക്തമാക്കി. I am extremely grateful to the country and all those who stood by me and by us. I am grateful to the judiciary for understanding the case and delivering justice to all of us. I only will say that during all this fight, all my friends, my colleagues, especially the armed forces, my army, the way they stood by me, I have no words to express my gratitude towards all of them. അന്വേഷണത്തിന്റെ പേരിൽ കൊടിയ പീഡനങ്ങളാണ് താൻ ഏറ്റുവാങ്ങിയതെന്ന് സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ പറഞ്ഞു. സന്യാസിനിയായതുകൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നും രാജ്യത്തെയും ദേവചൈതന്യത്തെയും അപകീർത്തിപ്പെടുത്താനാണ് ശ്രമമുണ്ടായതെന്ന് വ്യക്തമാക്കിയ സ്വാതി ഭഗവത് വിജയമെന്നും ഹിന്ദുത്വ വിജയമെന്നുമാണ് കോടതി വിധിയെ വിലയിരുത്തിയത്. ജനം, ഡൽഹി.